കേറണ്ട ഡോക്ടർ വരാണ്ട് ഡോക്ടർ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന നിലക്ക് ചരിത്രത്തിലേക്ക് വരികയാണ് ആലിൻ ഷെറിൻ. 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ ഒരു വാഹനാപകടത്തിലാണ് മരിച്ചത്. കുട്ടിയുടെ രക്ഷിതാക്കളുടെ സമ്മതപ്രകാരം ആലിൻ ഷെറിൻ്റെ ആന്തരികാവയവങ്ങൾ 4 പേർക്ക് ജീവിതത്തിലേക്ക് പ്രകാശമായ വഴി തെളിക്കും. ഇപ്പോൾ കുഞ്ഞിൻ്റെ അവയവങ്ങൾ റോഡ് മാർഗം ആംബുലൻസിലൂടെ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ അവിടെ നിന്ന് ആംബുലൻസ് നീങ്ങിക്കഴിഞ്ഞു. അതിവേഗത്തിൽ ഇനി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർക്കും. അല്പസമയത്തിനകം തന്നെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ റോഡിൽ എല്ലായിടത്തും പോലീസും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്നതാണ് ആലിൻ ഷെറിൻ്റെ ചരിത്രത്തിലെ ഇനിയുള്ള പങ്കാളിത്തം. അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യമാണ്. വളരെ ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ. ഒരു നല്ല അരുമയായ കുഞ്ഞ് വാഹനാപകടത്തിൽ മരിച്ചു. പക്ഷേ അത്രമേൽ ദുഃഖകരമായ സാഹചര്യത്തിൽ പോലും രക്ഷിതാക്കൾ കുഞ്ഞിൻ്റെ ആന്തരികാവയവങ്ങൾ മറ്റൊരു ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റ് മനുഷ്യർക്ക് വെളിച്ചമാകട്ടെ എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. ആലിൻ ഷെറിൻ്റെ അവയവദാന നടപടികളുടെ ഭാഗമായിട്ടിപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും ആന്തരികാവയവങ്ങൾ വാഹനത്തിൽ ആംബുലൻസിൽ പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയം മുമ്പാണിത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളല്ല. അല്പസമയം മുമ്പ് അത് പൂർത്തിയായി. വാഹനം ആംബുലൻസ് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്ന് ജോയി മോനാണ് നമ്മോടൊപ്പം വിവരങ്ങൾ നൽകുക. ജോയി, ഇതിപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിലേക്ക് മാത്രമല്ല, നമ്മുടെ ഒരു സാമൂഹ്യമായ ചരിത്രത്തിലേക്ക് കൂടെയാണ് വളരെ പ്രധാനപ്പെട്ട റെയ്ഡ് ആലിൻ ഷെറിൻ എന്ന വെറും 10 മാസം മാത്രം നമ്മുടെ ഈ ലോകത്ത് ജീവിച്ച ഈ കുഞ്ഞ് എഴുതി ചേർത്തിരിക്കുന്നത്. രക്ഷിതാക്കളുടെ വളരെ വളരെ ദുഃഖകരമായ സാഹചര്യത്തിലും അങ്ങനെ പൊതുസമൂഹത്തെ ആകെ ഓർത്ത് മറ്റു മനുഷ്യരെക്കുറിച്ചും കൂടെ ഓർത്ത് ഉള്ള ഒരു തീരുമാനം അവർ സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന്. എപ്പോഴേക്കാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക? മറ്റ് നമുക്കറിയാവുന്ന വിവരങ്ങൾ എന്താണ്? സനീഷ്, ഏകദേശം ഇപ്പം നമ്മൾ കണ്ടു ആംബുലൻസ് ഇവിടുന്ന് ആലിൻ ഷെറിൻ്റെ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറിൽ, അതായത് ഇപ്പോൾ സമയം 7:15, ഒരു 10:15 അല്ലെങ്കിൽ 10:30 മുൻപായി തന്നെ ആംബുലൻസ് തിരുവനന്തപുരത്ത് എത്തിച്ചേരുമെന്നായിരുന്നു പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും നമ്മളോട് നേരത്തെ അറിയിച്ചിരുന്നു. അതിനുവേണ്ടിയ സജ്ജീകരണങ്ങൾ, അതുപോലെ തന്നെ റോഡിലായാലും മുന്നോട്ട് പോകുന്ന വഴികളിലൊക്കെ പോലീസ് പൈലറ്റ് വാഹനമുണ്ട് ആംബുലൻസിന് മുന്നിലായി. അതിനുശേഷമായാലും റോഡിൽ തിരക്കുള്ളിടങ്ങളിലും അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലായാലും ആവശ്യമായിട്ടുള്ള മുൻകരുതലും അതുപോലെ തന്നെ ക്രമീകരണങ്ങൾ ഈ ആംബുലൻസിന് കടന്നു പോകാൻ വേണ്ട, അതായത് എളുപ്പത്തിൽ അല്ലെങ്കിൽ യാതൊരുവിധ തടസ്സവും കൂടാണ്ട് കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസ് പുറപ്പെട്ടു ഏകദേശം ഒരു 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഏറെ, അതായത് ചരിത്രം ഈ ഒരു അവയവദാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെയായാലും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായാണ് ഇപ്പോൾ ആലിൻ ഷെറിൻ മാറിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു സാമൂഹ്യപരമായി മനുഷ്യത്വപരമായും എടുത്തു പറയുകയാണെങ്കിൽ ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആലിൻ ഷെറിൻ്റെ മാതാപിതാക്കൾ കാണിച്ച ഒരു വലിയ മനസ്സ്, ആ ഒരു വലിയ മനസ്സ് കാരണമാണ് ഇപ്പോൾ ഒരു 4 പേർക്ക് അല്ലെങ്കിൽ ഈ അവയവങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന 4 പേർക്ക് പുതുജീവൻ എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതുജീവൻ ഏകുകയാണ് ഇപ്പോൾ ആലിൻ ഷെറിൻ. അപ്പോൾ ആലിൻ ഷെറിൻ്റെ മരണത്തിലും ആ ഒരു വേദനയിലും ആലിൻ്റെ മാതാപിതാക്കൾ സ്വീകരിച്ച ആ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എന്ന് പറഞ്ഞത് വളരെ മാതൃകാപരമായ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ